നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പ്രധാന ന്യൂസ് ശ്വേതാ മേനോൻ കുറച്ച് അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ അശ്ലീലപരമായ രീതിയിലുള്ള പരസ്യങ്ങളിൽ അഭിനയിച്ചു. ഒത്തിരി കാശ് അല്ലെങ്കിൽ സാമ്പത്തികം സമ്പാദിക്കുന്നതിന് വേണ്ടി, അധിക സമ്പാദ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഒരു കൊച്ചിക്കാരൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചറിയാം. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആ ഒരു നടി ഒത്തിരി അശ്ലീല ചിത്രങ്ങളിലും അശ്ലീല പരസ്യങ്ങളുടെയും ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിലവിലെ ഒരു കൊച്ചിക്കാരനാണ്, മാർട്ടിൻ മാനശ്ശേരി എന്ന് പറയുന്ന ഒരാളാണ്. എന്താണ് ഇപ്പോൾ ശരിക്കും അമ്മ എന്ന് പറയുന്ന ആ സംഘടനയുടെ തലപ്പത്തേക്ക്, അതായത് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? എന്താണ് ആ ഒരു സ്ത്രീജനത്തെ കുറിച്ച് പറയാനുള്ളത്? മാർട്ടിൻ മേനാച്ചേരി കുറച്ച് ദുരുദ്ദേശത്തോടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണോ? നിങ്ങൾ തന്നെ പറയണം. ഇപ്പൊ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട, മിക്കവാറും അവർ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നപ്പോഴുള്ള ഒരു തോന്നൽ, ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഒരു വലിയൊരു മാഫിയാസിന്റെ ഒരു വൻ വിളയാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരൊരു നടിയാണ്, അവരഭിനയിക്കുന്നത് അശ്ലീലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അഭിനയിക്കുന്നുണ്ടാവും. അതിന് നമുക്ക് കുറ്റം. ഒരാൾ അഭിനയിക്കുന്നതിന്, അങ്ങനെ ആ അശ്ലീലമായിട്ടുള്ള പടങ്ങൾ അഭിനയിക്കുന്നതിനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, യൂസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണ്ട. അതിന് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് കൂടാ. അതൊരു സത്യാവസ്ഥയില്ലേ? അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു ചിത്രത്തിലോ ഒരു പരസ്യത്തിലോ അവർ അഭിനയിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണം? അത് അനുവദനീയമായതിന്റെ പേരിലുള്ളൂ അവർ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് അവർക്കെതിരെ ഒരു മ്ലേച്ഛകരമായ ദുരാരോപണമാണ് ഉന്നയിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നണത്. സത്യത്തിൽ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു കേസായിട്ട് ഇത് നമുക്ക് അത് മാർട്ടിൻ മേനാച്ചേരിക്ക് ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നി. ശരിക്കും ഇതിനകത്തൊരു മാഫിയ വലയം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതിന് പിന്നിലൊരു മാഫിയ വലയമുണ്ട്. കാരണം പുരുഷ മേധാവിത്വത്തിന് വേണ്ടി, പുരുഷ മേധാവിത്വം അത് വളരെ കറക്റ്റായിരിക്കും. ഒരു സ്ത്രീ മത്സരിക്കുന്നതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് ശ്വേതാമാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാഫിയ രംഗത്ത് വന്നിരിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനഃപൂർവ്വമാണല്ലേ? മനഃപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആ ഒരു നടിയെ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്നതിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.